നിങ്ങൾ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു വൺ ഡേ ഔട്ടിംഗ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും പാലേക്കരി അക്വ ടൂറിസം ഫിഷ് ഫാമിൻ്റേത്. നമ്മുടെ വേമ്പനാട് കായലിലെ നല്ല അടിപൊളി കാഴ്ചകളും മീൻചാട്ടവും ചൂണ്ടയിടലും ചിൽഡ്രൻസ് പാർക്കും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബ് തന്നെയായിരിക്കും പാലേക്കരി ഫിഷ് ഫാമിലുള്ളത്. വൈക്കം എറണാകുളം കവലയിൽ നിന്ന് കറക്റ്റ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാട്ടിക്കുന്ന് ജംഗ്ഷനിൽ എത്താം. കാട്ടിക്കുന്ന് ജംഗ്ഷനിൽ എത്തുമ്പോൾ തന്നെ ഇടത് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പാലേക്കരി അക്വ ടൂറിസം ഫിഷ് ഫാമിലോട്ട് പോകാനുള്ള ഒരു ആർച്ച്. കാട്ടിക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അക്വ ടൂറിസത്തിന്റെ മുന്നിലോട്ടെത്താം. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്, 150 രൂപ ഫുഡ് ചാർജ്, ടോട്ടൽ 300 രൂപയാണ്. ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ ആ പൈസ നമ്മുടെ പോക്കറ്റിലോട്ട്. കയറി വരുമ്പോൾ തന്നെ മുന്നിലായിട്ട് നമുക്കൊരു മെർമെയ്ഡിന്റെ ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം. ഫാമിലോട്ട് എത്തുന്നവരുടെ വാഹനങ്ങളും മറ്റും പാർക്ക് ചെയ്യാനായി മണ്ഡപത്തോട് ചേർന്ന് തന്നെ നമുക്കൊരു പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ്. പാർക്കിംഗ് ഫീയും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഈ കല്ല് പാകിയ വഴികളിലൂടെ വേണം നമുക്ക് പോകാൻ. പോകുന്ന വഴി തന്നെ നല്ല നല്ല കാഴ്ചകൾ കണ്ടുപോകാം. ഒരു സൈഡിൽ വേമ്പനാട് കായലിന്റെ മനോഹരമായ ദൃശ്യവും തൊട്ടിപ്പുറയി പാലേക്കരി മീൻകുളങ്ങളുടെ കാഴ്ചകളും. ഏകദേശം ഒരു 11-11:30 കൂടിയാണ് നല്ല രീതിയിൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങുന്ന സമയം. ആ കാണുന്ന 3 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു പാലേക്കരി ഫിഷ് ഫാമിന്റെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് നമുക്ക് മനസ്സിലാവും. ഇവിടെ നിന്നാണ് പാലേക്കരി അക്വ ടൂറിസത്തിന്റെ യഥാർത്ഥ കാഴ്ചകളുടെ തുടക്കം. ഒരു സൈഡിൽ കായലും മറ്റൊരു സൈഡിൽ മീൻകുളവും, അതുപോലെ തന്നെ സെൻട്രലായിട്ട് നല്ല മരങ്ങളും തെങ്ങുകളും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് എപ്പോഴും ഈ ഒരു സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത. അകത്തേക്ക് കയറുമ്പോൾ മുതൽ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് ചുടുകട്ടകളാൽ നിർമ്മിച്ച കുറെ കെട്ടിടങ്ങളും ഹട്ടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഹൗസ് ബോട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒരു മിനിയേച്ചർ മാത്രമായിട്ട് കൂട്ടിയാൽ മതി, കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാനൊന്നും സാധിക്കത്തില്ല. ഫാമിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ മുതൽ നമുക്ക് ഈ ഒരു ബോർഡ് കാണാൻ സാധിക്കും. മാലിന്യമെല്ലാം കയ്യിലുണ്ടെങ്കിൽ വലിച്ചെറിയാണ്ടിരിക്കുക, CCTV ഉണ്ട്, 5000 രൂപ അപ്പം തന്നെ അടിച്ചു കിട്ടും. ഫാമിലെ ഗാർഡിനോട് നമ്മൾ ചോദിച്ചറിഞ്ഞത് പ്രകാരം ഒട്ടനവധി വെറൈറ്റി ഓഫ് മീനുകളുടെ കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. എന്നാലും പൂമീൻ കൃഷിയാണ് കൂടുതലായി ചെയ്യുന്നത്. പാലേക്കരി ഫിഷ് ഫാമിനുള്ളിലെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് വേമ്പനാട് കായലിൽ നിന്ന് വെള്ളം പാലേക്കരി ഫിഷ് ഫാമിനുള്ളിലോട്ട് കയറ്റി ഇറക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ വെള്ളം കയറി ഇറങ്ങുമ്പോൾ മീനുകളുടെ വളർച്ചയ്ക്ക് അത് സഹായകരമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഏകദേശം ഒരു 11:30 കൂടി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് പാലേക്കരി ടച്ച് ചെയ്ത് ആലപ്പുഴ വഴി പോകുന്ന ക്ലിയോപാട്ര എന്ന ബോട്ട് പാലേക്കരി അക്വ ടൂറിസത്തിലോട്ടെത്തും. ബോട്ടിന്റെ വരവോടുകൂടി തന്നെ പാലേക്കരയിലോട്ട് എത്തുന്ന സഞ്ചാരികളുടെ ഫാമിലെത്തി ഫാമിന്റെ കാഴ്ചകളും കണ്ട് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണവും കഴിച്ച് ഏകദേശം ഒരു 2:30 കൂടിയാണ് ബോട്ട് വീണ്ടും ആലപ്പുഴയ്ക്ക് പുറപ്പെടുന്നത്. ഇനിയിപ്പോൾ ഫാമിലെ കാഴ്ചകൾ നടന്നു കാണാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വാഹന സൗകര്യവും ഇവിടെ ലഭ്യമാണ്. നമ്മൾ ഈ കാണുന്ന തുഴവഞ്ചിയും പെഡൽ ബോട്ടും കുട്ടികളുടെ പാർക്കും ചൂണ്ട എന്നിങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റികളും നമ്മൾ കയറി വരുമ്പോൾ തന്നെ എടുത്ത പാസിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണെന്ന് എടുത്തു പറയുന്നു. എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ ആർത്തുല്ലസിക്കാം. ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ഒരു 70% വരുന്ന സഞ്ചാരികളും ചൂണ്ടയിടൽ എന്ന വിനോദം ആസ്വദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും.
മീൻകറിയും മീൻ വറുത്തവും കൂട്ടിയുള്ള ഉച്ചഭക്ഷണവും ചായ, ഐസ്ക്രീം എന്നിവയും നമ്മൾ മുൻകൂറായി എടുത്ത ടിക്കറ്റ് ചാർജിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൂടാതെ ചെമ്മീൻ, കക്ക, ഞണ്ട്, കരിമീൻ, ചിക്കൻ, ബീഫ് എന്നീ സ്പെഷ്യൽ ഐറ്റംസുകളും ബുക്കിംഗ് അനുസരിച്ച് ഇവിടെ ലഭ്യമാണ്. ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞൊരു ഉച്ചമയക്കം പാസ്സാക്കുന്നവർക്കും അതുപോലെ തന്നെ കൂട്ടുകാരുമൊത്തും നല്ല നാടൻ വൈബും നാടൻ പാട്ടൊക്കെ ആസ്വദിക്കുന്നവരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ പാലേക്കരിയിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മുടെ ചാനൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ബെല്ലൈക്കണും കൂടി അമർത്തണം കേട്ടോ.